Good evening, all of you, and welcome to the world of statistics. Now, we again start the second part of estimation theory. Actually, in the previous class, we discussed unbiasedness and consistency. Now, we start to discuss efficiency and sufficiency. Okay? About what is efficiency? And what do you mean by sufficiency? അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. പിന്നെ സഫിഷ്യൻസിയുടെ കുറച്ച് റിലേറ്റഡ് ടേംസ് ആൻഡ് തിയറംസ് ഒക്കെ പറയാം. ഓക്കെ, ആദ്യമായിട്ട് എന്താണ് എഫിഷ്യൻസി? നമ്മളിപ്പോ എസ്റ്റിമേഷൻ തിയറിയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേസിക്കലി എസ്റ്റിമേറ്റേഴ്സിനെ പറ്റിയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കുകളെ പറ്റിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ രണ്ട് സ്റ്റാറ്റിസ്റ്റിക്കുകളിൽ മോർ എഫിഷ്യന്റ് ഏതാണ്, അല്ലെങ്കിൽ രണ്ട് എസ്റ്റിമേറ്ററുകളിൽ മോർ എഫിഷ്യന്റ് ഏതാണ്? അപ്പൊ ഞാൻ രണ്ട് സ്റ്റാറ്റിസ്റ്റിക്കുകൾ എടുത്തു, സേ T1 and T2, and T1 is more efficient than T2 if variance of T1 less than variance of T2. അതായത് വേരിയബിലിറ്റി കുറവുള്ളത് ആർക്കാണോ അതാണ് മോർ എഫിഷ്യന്റ്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ വേരിയബിലിറ്റി കുറഞ്ഞു കിട്ടിയാൽ അത് ബെറ്റർ എന്ന് പറയാലോ, അത് തന്നെയാണ് ഇവിടെ, അങ്ങനെ ഓർത്താൽ മതി. സോ T1 is more efficient than T2 എന്ന് പറയണമെങ്കിൽ വേരിയൻസ് ഓഫ് T1 less than വേരിയൻസ് ഓഫ് T2 ആയിരിക്കണം. ഇറ്റ്സ് വെരി സിമ്പിൾ. ദെൻ അവിടെ വരുന്ന ഒരു എക്സ്ട്രാ ടേം ആണ് റിലേറ്റീവ് എഫിഷ്യൻസി. റിലേറ്റീവ് എഫിഷ്യൻസി പറയുമ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ആണ് പറയാം. ഇപ്പൊ T1 വിത്ത് റെസ്പെക്ട് ടു T2 ആണ് റിലേറ്റീവ് എഫിഷ്യൻസി പറയുന്നതെങ്കിൽ രണ്ടാമത് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വേരിയബിലിറ്റി ആയിരിക്കണം ന്യൂമറേറ്ററിൽ വരിക. അപ്പൊ വേരിയൻസ് ഓഫ് T2 ബൈ വേരിയൻസ് ഓഫ് T1, അത് അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ റിലേറ്റീവ് എഫിഷ്യൻസി ഓഫ് T1 വിത്ത് റെസ്പെക്ട് ടു T2 എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് T2 ബൈ വേരിയൻസ് ഓഫ് T1 ആണ്. ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് എഫിഷ്യൻസിയിൽ ഓർത്ത് വെക്കാനായിട്ട്. ഇപ്പോ എഫിഷ്യൻസി ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് വേരിയബിലിറ്റി കണ്ടുപിടിച്ച് കമ്പയർ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. ഇനി നമ്മൾ നേരെ സഫിഷ്യൻസിയിലേക്ക് വരാണ്. സഫിഷ്യൻസിയിലേക്ക് വരുമ്പോൾ സഫിഷ്യൻസിക്ക് രണ്ട് ഡെഫിനിഷൻസ് ആണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് മെയിൻ ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റർ സഫിഷ്യന്റ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? ഇഫ് ദാറ്റ് സ്റ്റാറ്റിസ്റ്റിക് ഓർ എസ്റ്റിമേറ്റർ പ്രൊവൈഡ്സ് all the information contained in the sample about the parametric function of that parameter. അതായത് ഞാനിപ്പോ ബെർണോളി 1P എടുത്തു, ദാറ്റ് ഈസ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എടുത്തു, അവിടുത്തെ പാരാമീറ്റർ P ആണ്, അതിന്റെ സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക് സമ്മേഷൻ ഓഫ് xi എന്ന് കിട്ടി. അപ്പൊ അത് മോർ സഫിഷ്യന്റ് അങ്ങനെയല്ല, സഫിഷ്യന്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇഫ് ദാറ്റ് സമ്മേഷൻ ഓഫ് xi പ്രൊവൈഡ്സ് ഓൾ ദ ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ദ സാമ്പിൾ. ആ സാമ്പിളിനെ വെച്ചുകൊണ്ട് പറയാൻ പറ്റുന്ന മാക്സിമം ഇൻഫർമേഷൻസും സമ്മേഷൻ ഓഫ് xiയിൽ നിന്ന് നമുക്ക് കിട്ടണം. എബൌട്ട് എന്തിനെ പറ്റി? ആ P യെ പറ്റി, അല്ലെങ്കിൽ P യുടെ ഒരു ഫംഗ്ഷനെ പറ്റി. അപ്പൊ നമുക്കത് സഫിഷ്യന്റ് ആണെന്ന് പറയാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്, പക്ഷെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ അത്ര യൂസ്ഫുൾ ആയിരിക്കില്ല. രണ്ടാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് പ്രോബ്ലമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യാം, പക്ഷെ ആ ഡെഫിനിഷൻ പ്രോബ്ലമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ കൂടുതലും CSIR നെറ്റ് എക്സാംസിനും ASRB നെറ്റ് എക്സാംസിനും ഒക്കെയാണ്. PSC എക്സാമിന് ഡെഫിനിഷൻ വെച്ചിട്ടാണ് ചോദിക്കുക. അതായത് സഫിഷ്യൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റർ സഫിഷ്യന്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ എഴുതി നോക്കിയാൽ മതി. ഗിവൺ T ഈക്വൽ ടു Tക്ക് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ എഴുതി നോക്കുക. കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു വരുമ്പോൾ അത് ഇൻഡിപെൻഡന്റ് ഓഫ് ദാറ്റ് പാരാമീറ്റർ ആണെങ്കിൽ, നമ്മുടെ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്ററിന് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നതെങ്കിൽ അപ്പോഴും നമുക്ക് ആ എസ്റ്റിമേറ്ററിനെ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കിനെ സഫിഷ്യൻസി അല്ലെങ്കിൽ സഫിഷ്യന്റ് ആണെന്ന് പറയാം. അതാണ് രണ്ടാമത്തെ ഡെഫിനിഷൻ. ഇപ്പൊ ഡെഫിനിഷൻസ് അത് രണ്ടേ ഉള്ളൂ, പക്ഷെ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഫാക്ടറൈസേഷൻ തിയറം ആണ് വേണ്ടത്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ഒരു PSC എക്സാമിനൊക്കെ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യണം പ്രോബ്ലംസ് ഒക്കെ. അപ്പൊ നമ്മൾ ഫാക്ടറൈസേഷൻ തിയറം ആണ് യൂസ് ചെയ്യുക. അതിന്റെ മൊത്തം പേര് ഫിഷർ നെയ്മാൻ ഫാക്ടറൈസേഷൻ തിയറം. അതായത് ഒന്നുമില്ല, നമ്മള് ഒരു PDF ഒരു PMF ഒക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാവും. അതില് ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയാണെങ്കിൽ, ഞാനൊരു പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാന്ന് വിചാരിക്കാം. പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിൽ ലാംഡയുടെ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ എനിക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം?
ഫാക്ടറൈസേഷൻ തിയറം അനുസരിച്ച് അതിന്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതി നോക്കണം. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് x1 ലാംഡ ഇൻറ്റു എഫ് ഓഫ് x2 ലാംഡ ഇൻറ്റു എക്സെട്ര ഇൻറ്റു എഫ് ഓഫ് xn ലാംഡ. അതായത് പി എം എഫുകളുടെ പ്രോഡക്റ്റ്. അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ നോക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് ലാംഡ n ടൈംസ് ഉണ്ട്, റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതായത് ഇ റേസ് ടു മൈനസ് ലാംഡ ദ ഹോൾ റേസ് ടു n. അപ്പൊ ഇ റേസ് ടു മൈനസ് n ലാംഡ എന്ന് വന്നു. ഇനി ലാംഡ റേസ് ടു x1 ഇൻറ്റു ലാംഡ റേസ് ടു x2 എക്സെട്ര ഇൻറ്റു ലാംഡ റേസ് ടു xn. അതായത് ബേസുകൾ സെയിം ആണ്. അപ്പൊ നമുക്ക് പവേഴ്സ് ആഡ് ചെയ്തെടുത്താൽ മതി. അപ്പൊ ലാംഡ റേസ് ടു x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ബൈ ഡിനോമിനേറ്ററിൽ xi ഫാക്ടോറിയലുകളുടെ പ്രോഡക്റ്റ് വരും. ഇനി ഒന്നും കൂടെ ഭംഗിയാക്കി എഴുതിയാൽ ഇ റേസ് ടു മൈനസ് n ലാംഡ ലാംഡ റേസ് ടു സമ്മേഷൻ ഓഫ് xi ബൈ പ്രോഡക്റ്റ് ഓഫ് xi എന്ന് എഴുതാം. അപ്പൊ നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞു. ഇനി ആ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ നമുക്ക് രണ്ട് ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റണം. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാമീറ്ററും ഒരു സ്റ്റാറ്റിസ്റ്റിക്കും മാത്രമുള്ള ഫംഗ്ഷൻ ആയിരിക്കണം. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പാരാമീറ്ററിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കണം. ഇവിടെ നമുക്ക് അങ്ങനെ പറ്റും, ബിക്കോസ് ഇ റേസ് ടു മൈനസ് n ലാംഡ ലാംഡ റേസ് ടു സമ്മേഷൻ ഓഫ് xi. ഇതിൽ രണ്ടിലും പാരാമീറ്ററും സ്റ്റാറ്റിസ്റ്റിക്കും മാത്രമേ ഉള്ളൂ. രണ്ടാമതായിട്ട് നമുക്ക് 1 ബൈ പ്രോഡക്റ്റ് ഓഫ് xi ഫാക്ടോറിയൽ എടുക്കാം. അതില് പാരാമീറ്ററേ വരുന്നില്ല, വിച്ച് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാരാമീറ്റർ ലാംഡ. സോ നമുക്ക് രണ്ട് ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം L1 ഇൻറ്റു L2. ഇങ്ങനെ എഴുതാൻ പറ്റിയാൽ നമുക്ക് സമ്മേഷൻ ഓഫ് xi ലാംഡയുടെ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണെന്ന് പറയാം. ഇനി ഈ സമ്മേഷൻ ഓഫ് xi nx ബാർ എന്ന് എഴുതുകയാണെങ്കിൽ x ബാറും സഫിഷ്യന്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇതാണ് ഫാക്ടറൈസേഷൻ തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫാക്ടറൈസേഷൻ തിയറം എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എടുക്കുക, ലൈക്ലിഹുഡ് ഫംഗ്ഷനെ സോൾവ് ചെയ്ത് കൊണ്ടുവരിക, രണ്ട് ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക. അതിലെ ഫസ്റ്റ് ഫംഗ്ഷൻ സ്റ്റാറ്റിസ്റ്റിക്കും പാരാമീറ്ററും മാത്രമുള്ള ഫംഗ്ഷൻ ആയിരിക്കണം. സെക്കൻഡ് ഫംഗ്ഷൻ ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാരാമീറ്റർ ലാംഡ ആയിരിക്കണം. അപ്പൊ നമുക്ക് ആ സ്റ്റാറ്റിസ്റ്റിക് പാരാമീറ്ററിന്റെ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണെന്ന് പറയാം. ഇതാണ് ഫിഷർ നെയ്മാൻ ഫാക്ടറൈസേഷൻ തിയറം. ഇനി അതിന്റെ കുറച്ച് കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാം, അപ്പൊ അത് ചെയ്ത് കാണിക്കാം. ഇനി സഫിഷ്യൻസിയിൽ ലാസ്റ്റ് പറയാനുള്ളത് ഒരു ഇൻവേരിയന്റ് പ്രോപ്പർട്ടിയാണ്. അതായത് ടി സഫിഷ്യന്റ് ആണെങ്കിൽ അതിന്റെ എല്ലാ 1 ഫംഗ്ഷൻസും സഫിഷ്യന്റ് ആയിരിക്കും. ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ സഫിഷ്യന്റ് ആണെങ്കിൽ അതിന്റെ എല്ലാ 1 ഫംഗ്ഷൻസും സഫിഷ്യന്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ, അതൊക്കെ നമുക്ക് ട്രിക്കി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അതായത് x1 ഉം x2 എടുക്കുക, രണ്ടും ബെർണോളി പി ആണ്. ബെർണോളി 1p, അതായത് ബൈനോമിയൽ 1p, ദാറ്റ് ഇസ് ബെർണോളി പി ആണ്. അപ്പൊ x1 x2 ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, അപ്പോ x1 പ്ലസ് x2 എന്തായാലും സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഓഫ് പി ആയിരിക്കും. അപ്പൊ അതിന്റെ എല്ലാ 1 ഫംഗ്ഷൻസും സഫിഷ്യന്റ് ആവും. അപ്പൊ x1 പ്ലസ് x2 ദ ഹോൾ സ്ക്വയർ സഫിഷ്യന്റ് ആവും. 2 ഇൻറ്റു x1 പ്ലസ് x2 സഫിഷ്യന്റ് ആവും. x1 പ്ലസ് x2 ബൈ 2 സഫിഷ്യന്റ് ആവും. അപ്പൊ അങ്ങനെ എല്ലാ 1 ഫംഗ്ഷൻസും എടുക്കാം. പിന്നെ റേഞ്ചും കൂടെ നോക്കണം. ഇപ്പൊ ബെർണോളിക്ക് എന്നൊക്കെ പറഞ്ഞാൽ 0യും 1ഉം മാത്രമേ ഉള്ളൂ എക്സിന്റെ വാല്യൂ. അപ്പൊ ഈ സ്ക്വയർ ഒക്കെ വാലിഡ് ആവും, 1 ആണെന്നുള്ളത് വാലിഡ് ആവും. ഇപ്പൊ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മൈനസ് വാല്യൂ വന്നാലും പോസിറ്റീവ് വാല്യൂ വന്നാലും സ്ക്വയർ വരും. അതായത് ഇപ്പൊ രണ്ട് വാല്യൂസിന് മാപ്പിംഗ് വരും. അപ്പൊ അവിടെ ഒന്നും അത് പോസിബിൾ ആവില്ല. 1 ആണെങ്കിൽ മാത്രം 1 ഫംഗ്ഷൻസിന് മാത്രം അതെന്തായിട്ട് പറയാം? സഫിഷ്യന്റ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാം ചെയ്തു നോക്കണ്ട, ഈ പോയിന്റുകളൊക്കെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇൻവേരിയന്റ് പ്രോപ്പർട്ടിക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ട്, അങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. ഇനി കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക്, ഒരുപാട് ആൾക്കാർ കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുള്ളതാണ് കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക് പറഞ്ഞു തരാമോ? കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ഒന്നുമില്ല. ഒരു സ്റ്റാറ്റിസ്റ്റിക് കംപ്ലീറ്റ് ആണെന്ന് പറയണമെങ്കിൽ expectation of g of t equal to 0 for all theta if and only if g of t is equal to 0. അതായത് ആ സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഒരു ഫംഗ്ഷൻ അത് 0 ആകുമ്പോൾ മാത്രമേ എക്സ്പെക്ടേഷൻ 0 ആകുള്ളൂ എങ്കിൽ കംപ്ലീറ്റ് ആണെന്ന് പറയാം. ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. n തീറ്റ 1 എടുക്കുക.
എക്സ് ഫോളോസ് എൻ തീറ്റ 1. ഇനി എക്സ് കംപ്ലീറ്റ് ആണോ? എങ്ങനെ നോക്കാം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എടുത്ത് നോക്കുക. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ത് വരും? നോർമൽ തീറ്റ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ മ്യൂ സിഗ്മ സ്ക്വയർ, മ്യൂ ആണല്ലോ മീൻ. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹിയർ തീറ്റ. അപ്പൊ ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് തീറ്റയാണ്. ഇതിന്റെ അർത്ഥം എന്താ? ഈ എക്സിന്റെ വാല്യൂ 0 ആയാൽ മാത്രമേ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 0 ആവുള്ളൂ. അപ്പൊ നമ്മുടെ കംപ്ലീറ്റ്നെസിന്റെ ഡെഫിനിഷൻ പ്രോപ്പർ ആയിട്ട് വന്നു. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 ഓൺലി വെൻ ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് ആണെന്ന് പറയാം. അപ്പൊ ഇവിടെ എക്സ് കംപ്ലീറ്റ് ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു റാൻഡം വേരിയബിളിനെ അല്ല നമ്മൾ കംപ്ലീറ്റ് ആണെന്ന് പറയുന്നത്. പകരം ആ റാൻഡം വേരിയബിളിന്റെ ഫാമിലി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് കംപ്ലീറ്റ് ആണെന്ന് പറയുന്നത്. ഇവിടെ എക്സ് കംപ്ലീറ്റ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നോർമൽ തീറ്റ 1 കംപ്ലീറ്റ് ആണെന്നാണ്. അതും കൂടെ അത് അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും, നോർമൽ 0 1 ആണെങ്കിലോ എക്സ് ഫോളോ ചെയ്യുന്നത് കംപ്ലീറ്റ് ആകുമോ എന്ന് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ? അപ്പൊ അവിടെ എക്സ് കംപ്ലീറ്റ് അല്ല, ബിക്കോസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 0 ആയി. എക്സ് 0 എടുക്കാതെ തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 0 ആയി. അപ്പൊ അത് കംപ്ലീറ്റ് അല്ല. പക്ഷെ എക്സ് സ്ക്വയർ കംപ്ലീറ്റ് ആണ്. ബിക്കോസ് എക്സ് n01 ആണെങ്കിൽ എക്സ് സ്ക്വയർ കൈ സ്ക്വയർ ആണ്. അതിന്റെ എക്സ്പെക്ടേഷൻ എന്തായാലും 0 വരില്ലല്ലോ. അത് എക്സ് സ്ക്വയർ 0 ആയാലേ ആവുള്ളൂ. അപ്പൊ എക്സ് സ്ക്വയർ കംപ്ലീറ്റ് ആണ്. അതായത് കൈ സ്ക്വയർ ഫാമിലി കംപ്ലീറ്റ് ആണ്, പക്ഷെ സ്റ്റാൻഡേർഡ് നോർമൽ കംപ്ലീറ്റ് അല്ല. ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്താലും മനസ്സിലായവർക്ക് ബോറടിക്കും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക കംപ്ലീറ്റ്നെസിനെ പറ്റിയിട്ടൊക്കെ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് കംപ്ലീറ്റ് ഫാമിലി എന്ന് പറയുന്നത്. ഇനി മിനിമൽ സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താണ്? മിനിമൽ സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താണ്? മിനിമൽ സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക് മിനിമൽ സഫിഷ്യന്റ് ആണെന്ന് പറയണമെങ്കിൽ, ഒരു സ്റ്റാറ്റിസ്റ്റിക് ടി മിനിമൽ സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക് ആണെന്ന് പറയണമെങ്കിൽ അത് സഫിഷ്യന്റും ആയിരിക്കണം ആൻഡ് മോസ്റ്റ് റെഡ്യൂസ്ഡ് ഫോമിലായിരിക്കണം. അതായത് ഒരു ടി മിനിമൽ സഫിഷ്യന്റ് ആണെന്ന് പറയണമെങ്കിൽ എല്ലാ സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക്കുകളുടെയും കൂടെ ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. എല്ലാ സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക്കുകളുടെയും കൂടെ ടി ഈസ് കോൾഡ് മിനിമൽ സഫിഷ്യന്റ് ഇഫ് ടി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എസ് വേർ എസ് ഇസ് സഫിഷ്യന്റ്. സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക്കുകളുടെ ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. അതായത് മോസ്റ്റ് റെഡ്യൂസ്ഡ് ആൻഡ് കണ്ടൻസ്ഡ് ഫോമിലായിരിക്കണം. അപ്പൊ ഇത്രയും ഓർത്തു വെച്ചാൽ മതി. ഒന്ന്, ഈ ടി ഓൾറെഡി സഫിഷ്യന്റ് ആയിരിക്കണം. രണ്ട്, മോസ്റ്റ് കണ്ടൻസ്ഡ് ഫോമിലായിരിക്കണം. മോസ്റ്റ് കണ്ടൻസ്ഡ് ഫോമിലായിരിക്കണം അല്ലെങ്കിൽ മോസ്റ്റ് റെഡ്യൂസ്ഡ് ഫോമിലായിരിക്കണം. ഫോം എമംഗ് ഓൾ സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക്. ബാക്കി എല്ലാ സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക്കുകളെയും വെച്ച് നോക്കുമ്പോൾ ടി മോർ കണ്ടൻസ്ഡ് ഫോമിലായിരിക്കും. അപ്പൊ ഇത് മിനിമൽ സഫിഷ്യന്റ് ആണെന്ന് പറയാം. പിന്നെ മിനിമൽ സഫിഷ്യൻസി നമ്മൾ സാധാരണ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ആണ് എടുക്കുന്നതെങ്കിൽ എഫ് ഓഫ് എക്സ് തീറ്റ ബൈ എഫ് ഓഫ് വൈ തീറ്റ എടുത്ത് നോക്കുക. രണ്ടും നോർമൽ ഫാമിലി ആണ്. ഒന്ന് എക്സിലും ഒന്ന് വൈയിലും ചെയ്യാം. എന്നിട്ട് ഇത് ഇൻഡിപെൻഡന്റ് ഓഫ് സേ ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ എപ്പോ ടി ഓഫ് എക്സ് ഈക്വൽ ടു ടി ഓഫ് വൈ ആകുമ്പോൾ മാത്രം അപ്പൊ ടി ഓഫ് എക്സ് മിനിമൽ സഫിഷ്യന്റ് ആണെന്ന് പറയാം. അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്ത് നോക്കുന്നത്. അതിന്റെ ഒരു പ്രോബ്ലം ഞാൻ കുറച്ച് കൂടുതൽ പ്രോബ്ലംസ് എടുക്കുമ്പോൾ ഒരെണ്ണം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് എക്സ് രണ്ട് സാമ്പിളുകൾ എടുക്കുക. രണ്ടും വെച്ചിട്ട് നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷനോ സാമ്പിൾ ആയിട്ട് എടുക്കുന്നെങ്കിൽ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ, മാസ് ഫംഗ്ഷൻ ആണെങ്കിൽ അങ്ങനെ, എന്നിട്ട് അതിന്റെ റേഷ്യോ എടുക്കുക. അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നത് താഴെ മുകളിലും ഒരു ടി ഓഫ് എക്സ് ഒരു സ്റ്റാറ്റിസ്റ്റിക് ഈക്വൽ ആകുന്ന സമയത്തായിരിക്കണം. അപ്പൊ ആ സ്റ്റാറ്റിസ്റ്റിക് മിനിമൽ സഫിഷ്യന്റ് ആണെന്ന് പറയാം. ഓക്കെ, എൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് കാണിക്കാം. ഇതാണ് മിനിമൽ സഫിഷ്യൻസി. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് ബോറടിക്കുന്നില്ല. ഇനി 3 ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് x1, x2, etc. xn be a random sample from a Bernoulli population. A sufficient statistic for P. അതിപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ബെർണോളി പിയിൽ സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് സമ്മേഷൻ xi ആണ്. സമ്മേഷൻ xi ആണോ? നിങ്ങൾ വെറുതെ നമ്മുടെ ഫാക്ടറൈസേഷൻ തിയറം നോക്കിയാൽ മതി. അതിനൊന്നും വെറുതെ സമയം കളയണമെന്നില്ല. ഫാക്ടറൈസേഷൻ തിയറം നോക്കിയാൽ മതി.
അപ്പൊ അതിൽ നമുക്ക് പി റേസ് ടു സമ്മേഷൻ ഓഫ് എക്സ് ഐ അങ്ങനെ വരും. സമ്മേഷൻ ഓഫ് എക്സ് ഐ ആണ്. ഇതിന്റെ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. കുറച്ച് ഡിസ്ട്രിബ്യൂഷൻസിന്റെ ഒക്കെ സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. If the sample mean x bar is an estimate of population mean mu, then x bar is unbiased and efficient, unbiased and inefficient, biased and efficient, biased and inefficient. ഒന്നുമില്ല, എക്സ് ബാർ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക് ഓർ എസ്റ്റിമേറ്റ് ആണ്. അത് എപ്പോഴും അൺബയസ്ഡും ആയിരിക്കും, എഫിഷ്യന്റും ആയിരിക്കും, കൺസിസ്റ്റന്റും ആയിരിക്കും. അത് ഓർത്തു വെച്ചോ. സഫിഷ്യന്റും ആയിരിക്കും. അൺബയസ്ഡ്, എഫിഷ്യന്റ്, കൺസിസ്റ്റന്റ്, സഫിഷ്യന്റ്, ഇതെല്ലാമായിരിക്കും എക്സ് ബാർ. അപ്പോൾ ഓപ്ഷൻ എ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. If x1, x2, etc. xn is a random sample from uniform 0 theta, then the sufficient estimate of theta. അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് ആൾക്കാരുടെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ബൈഹാർട്ട് ചെയ്ത് വെക്കാം, അതായിരിക്കും ബെറ്റർ. ഇപ്പൊ യൂണിഫോം 0 തീറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 0 തീറ്റ, യൂണിഫോം 0 തീറ്റ. അതായത് ഇതിന്റെ പ്രത്യേകത 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ തീറ്റ ആണ് എക്സിന്റെ സപ്പോർട്ട്. അവിടെ എന്താണ് കുഴപ്പം, എന്താണ് പ്രശ്നം? അവിടെ എക്സിന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത് തീറ്റയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കേസുകളിലൊക്കെ ഒന്നുകിൽ മാക്സിമം ഓഫ് x1, x2, etc. xn അല്ലെങ്കിൽ മിനിമം ഓഫ് x1, x2, etc. xn ഇതായിരിക്കും സഫിഷ്യന്റ് എസ്റ്റിമേറ്റ് ആയിട്ട് വരിക. ഇതിപ്പോ 0 തീറ്റയാണ്. അപ്പൊ ഇവിടെ ഇതിനോട് അടുത്ത് വരുന്നത്, തീറ്റയോട് അടുത്ത് വരുന്നത് xn ആണ്. അപ്പൊ മാക്സിമം ഓഫ് xn ആണ് എന്ത് സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി അതിപ്പോ ഓർത്തിരിക്കുമ്പോൾ ഇതിപ്പോ എന്ത് വെച്ചിട്ടാണ് ഓർത്തിരിക്കുക എന്ന് തോന്നുകയാണെങ്കിൽ എക്സ് ലെസ് ദാൻ തീറ്റ, അതായത് x1 ഒരു സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ x1 ലെസ് ദാൻ തീറ്റ ആയിരിക്കും, x2 ലെസ് ദാൻ തീറ്റ ആയിരിക്കും, എക്സെട്ര അപ് ടു xn ലെസ് ദാൻ തീറ്റ ആയിരിക്കും. അതായത് ഞാൻ 3 സാമ്പിൾ എടുക്കുകയാണ്, 3, 4, 6. എന്നിട്ട് ഞാൻ അതിന്റെ മാക്സിമം എടുത്തു 6. ഈ 6 എന്ന് പറയുന്നത് ഓക്കെ, ആ 6നെ വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് പറയാം? ഏത് കേസ് എടുത്താലും നമ്മൾ ഇപ്പൊ പറഞ്ഞ സംഭവം പറഞ്ഞൂടെ? 3 ലെസ് ദാൻ 6 ആണ്, 4 ലെസ് ദാൻ 6 ആണ്. അപ്പൊ ആ ഒരു സംഭവം ഓർത്ത് വെച്ചാൽ മതി. ഇനിയിപ്പൊ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് ഓർക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ചുമ്മാ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോ. 0 തീറ്റ, അതായത് ലോവർ ബൗണ്ടിന്റെ ആണെങ്കിൽ എപ്പോഴും x1 ആയിരിക്കും. അതായത് ഇവിടെ ഒരു തീറ്റ 1 ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ തീറ്റ 1ന്റെ x1 ആയിരിക്കും. അപ്പൊ ഇത് തീറ്റ 2 എന്ന് വരും. തീറ്റ 2ന്റെ xn ആയിരിക്കും. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചാലും മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് യൂണിഫോം 0 തീറ്റയ്ക്ക് മാത്രം വരുന്നത്. ബാക്കി ഒന്നിനും അങ്ങനെയല്ല, നമുക്ക് ചെയ്ത് നോക്കാം. ബിക്കോസ് അതിന്റെയൊക്കെ സപ്പോർട്ടിന് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ല ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് യൂണിഫോം 0 തീറ്റയുടെ കേസിൽ വരുന്നത്. ഇനി 1-2 ചെറിയ ചെറിയ കാര്യങ്ങളും കൂടെ പറയാം, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാനായിട്ട്. ഒന്ന്, എ കംപ്ലീറ്റ് സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് മിനിമൽ. ഒരു കംപ്ലീറ്റ് സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക് എപ്പോഴും മിനിമൽ സഫിഷ്യന്റ് ആയിരിക്കും. ബട്ട് കോൺവേഴ്സ് ട്രൂ ആവണമെന്നില്ല. നീഡ് നോട്ട് ബി ഓൾവൈസ് ട്രൂ. അപ്പോ ഒരു കംപ്ലീറ്റ് സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക് ഇംപ്ലൈസ് മിനിമൽ. ഒരു കംപ്ലീറ്റ് സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക് മിനിമൽ ആയിരിക്കും. അതേപോലെ ഒരു കംപ്ലീറ്റ് സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക് സഫിഷ്യന്റും ആയിരിക്കും. പക്ഷെ തിരിച്ചാവണമെന്നില്ല. ബട്ട് നോട്ട് ഓൾ സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ കംപ്ലീറ്റ്. ഇത് രണ്ടും ഓർത്ത് വയ്ക്കാം. ഒരു സ്റ്റാറ്റിസ്റ്റിക് കംപ്ലീറ്റ് ആണെങ്കിൽ അത് മിനിമൽ ആയിരിക്കും, സഫിഷ്യന്റും ആയിരിക്കും. പക്ഷെ മിനിമൽ എല്ലാം കംപ്ലീറ്റ് ആവണമെന്നില്ല, സഫിഷ്യന്റ് എല്ലാം കംപ്ലീറ്റ് ആവണമെന്നില്ല. ഇത് ഓർത്ത് വയ്ക്കാം. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്, എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആണെങ്കിൽ മിനിമൽ ആണ്, കംപ്ലീറ്റ് ആണെങ്കിൽ സഫിഷ്യന്റ് ആണ്. രണ്ടാമത്തത് ഒരു കംപ്ലീറ്റ്നെസ് തിയറമാണ്. അതായത് നമ്മൾ എടുക്കുന്ന ഫാമിലി ഇപ്പൊ കംപ്ലീറ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഫാമിലി എക്സ്പൊണൻഷ്യൽ ഫാമിലിയിൽ വരികയാണെങ്കിൽ, എക്സ്പൊണൻഷ്യൽ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു 1 പാരാമീറ്റർ എക്സ്പൊണൻഷ്യൽ ഫാമിലി ആണെങ്കിൽ അതിന്റെ ഫോം എങ്ങനെയായിരിക്കും? e raised to h of x into e raised to eta of theta, തീറ്റയുടെ ഒരു ഫംഗ്ഷൻ, into t of x, x ന്റെ ഒരു ഫംഗ്ഷൻ, മൈനസ്
എ ഓഫ് തീറ്റ. ഇങ്ങനെ വരികയാണെങ്കിൽ എന്ത് പറയാം, അത് എക്സ്പോണൻഷ്യൽ ഫാമിലിയിൽ ബിലോങ്സ് ടു എക്സ്പോണൻഷ്യൽ ഫാമിലി എന്ന് പറയാം. അങ്ങനെ എക്സ്പോണൻഷ്യൽ ഫാമിലിയിൽ വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, കംപ്ലീറ്റ് ആണെന്ന് പറയാം. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സോറി പ്ലസ് ആണ് ഇവിടെ, എച്ച് ഓഫ് എക്സ് വരണമെന്നില്ല, ഇ റേസ് ടു ഇട്ട് എഴുതാൻ പറ്റിയാലും മതി. പ്ലസ് ഒരു എക്സിന്റെ ഒരു സെപ്പറേറ്റ് ഫംഗ്ഷൻ. അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഇതിനെ എന്തെന്ന് പറയാം, എക്സ്പോണൻഷ്യൽ ഫാമിലി എന്ന് പറയാം. അങ്ങനെ ഒരു എക്സ്പോണൻഷ്യൽ ഫാമിലിയിൽ വന്നാലും അതേപോലെ പാരാമീറ്റർ സ്പേസ് ഓപ്പൺ ഇന്റർവെൽ ആയിരിക്കണം, സപ്പോർട്ട് ഓഫ് എക്സ് ഡസ് നോട്ട് ഡിപെൻഡ്സ് ഓൺ തീറ്റ ആയിരിക്കണം. അങ്ങനെയൊക്കെ വന്നിട്ട് അത് എക്സ്പോണൻഷ്യൽ ഫാമിലിയിൽ വന്നാലും കംപ്ലീറ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇപ്പോ അപ്പം എക്സ്പോണൻഷ്യൽ ഫാമിലികളിൽ വരുന്നത് ഏതൊക്കെയാണ്? യൂഷ്വലി നോർമൽ, പോയിസോൺ, ബൈനോമിയൽ, ഗാമ, ഇതൊക്കെ എക്സ്പോണൻഷ്യൽ ഫാമിലിയിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് പാരാമീറ്റർ സ്പേസ് ഒരു ഓപ്പൺ ഇന്റർവെൽ ആറിലുമാണ്, സപ്പോർട്ട് ഓഫ് എക്സ് ഡസ് നോട്ട് ഡിപെൻഡ്സ് ഓൺ തീറ്റയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ സ്റ്റാറ്റിസ്റ്റിക് കംപ്ലീറ്റ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ആ ഫാമിലി കംപ്ലീറ്റ് ആണെന്ന്. നമ്മൾ എപ്പോഴും ഒരു ഫാമിലി ആണല്ലോ കംപ്ലീറ്റ് ആണെന്ന് പറയാം, ആ ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ആണെന്ന് പറയാം. ഓക്കെ, പിന്നെ ഈ സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക്കിന് കുറച്ച് ഇത് ഓർത്ത് വെച്ചോ. അതായത് എൻ തീറ്റ സിഗ്മ സ്ക്വയർ ആണെങ്കിൽ സമ്മേഷൻ ഓഫ് എക്സ് ഐ ആയിരിക്കും. സമ്മേഷൻ ഓഫ് എക്സ് ഐ വരുന്നിടത്തൊക്കെ എക്സ് ബാറും പറയാം. പോയിസോൺ ലാംഡയ്ക്ക് ആണെങ്കിലും സമ്മേഷൻ ഓഫ് എക്സ് ഐ ആയിരിക്കും. ബൈനോമിയൽ എൻ പിക്ക് ആണെങ്കിലും സമ്മേഷൻ ഓഫ് എക്സ് ഐ ആയിരിക്കും. ഗാമ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും സമ്മേഷൻ ഓഫ് എക്സ് ഐ ആയിരിക്കും. കുറച്ചൊക്കെ ഇങ്ങനെ ഓർത്ത് വെക്കുക. നമുക്ക് എല്ലാം ഇപ്പൊ എക്സാം ഹോളിൽ ഇരുന്ന് ചെയ്ത് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഡിസ്ട്രിബ്യൂഷൻസിനൊക്കെ സമ്മേഷൻ ഓഫ് എക്സ് ഐ ആയിരിക്കും മിക്കവാറും സഫിഷ്യന്റും കംപ്ലീറ്റും ഒക്കെ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയിലും നിൽക്കട്ടെ. ഒരു 15 മിനിറ്റിൽ ചുരുക്കണം എന്ന് വിചാരിച്ചാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് സമയം പോയി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ മാക്സിമം ഓഫ് എക്സ് നെക്സ്റ്റ് ടു എക്സെട്ര എക്സ് ആണ്. കുറച്ച് 3 ക്വസ്റ്റ്യൻസ് എടുത്തുള്ളൂ, സമയം ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. എന്തെങ്കിലും ക്ലിയർ ആവാനുണ്ടെങ്കിൽ, കംപ്ലീറ്റ്നെസ്സും മിനിമൽ സഫിഷ്യൻസിയും ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആണ് മനസ്സിലാക്കാനും, അത് പറഞ്ഞു വെക്കാനും എനിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ കമന്റ് ബോക്സിൽ പറയാറുണ്ടല്ലോ, അത് ശരിയാണോ ഇത് ശരിയാണോ എന്നൊക്കെ, അതുപോലെ കമന്റ് ബോക്സിൽ ചോദിക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ട് എങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ആൻഡ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.